Question paper revision. Chapter 10 Mechanical Properties of Fluids Part 2. 2018 improvement 9 marks question ചോദിച്ചിട്ടുണ്ട്. For a liquid gas interface, the convex side has high pressure than the concave side. Derive an expression for excess pressure inside a drop. Excess pressure inside a drop നുള്ള derivation ആണ്. അപ്പോൾ നമ്മൾ ഒരു ഡ്രോപ്പ് കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ പി ഐ ആണ്, പുറത്തുള്ള പ്രഷർ പി ഒ ആണ്, റേഡിയസ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആണ്. ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ എന്ന് പറഞ്ഞാൽ പി ഐ മൈനസ് പി ഒ ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 2 പൈ ആർ. സർഫസ് ടെൻഷൻ ഇൻറ്റു ടോട്ടൽ ലെങ്ത് ആണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പി ഐ മൈനസ് പി ഒ ഇസ് ഈക്വൽ ടു 2s ബൈ ആർ ആണ് ഡെറിവേഷൻ വരുന്നത്. Which is better, washing of cloth in cool soap water or warm soapy water? Warm soap water ലാണോ cool soap water ലാണോ വാഷ് ചെയ്യുന്നത് ബെറ്റർ എന്ന് എന്താ കാരണം എന്ന്? വാം സോപ്പ് വാട്ടർ ആണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഇറ്റ് റിഡ്യൂസസ് സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. അപ്പോൾ വാം ആവുമ്പോൾ സർഫസ് ടെൻഷൻ ഒന്നുകൂടി കുറയും. അടുത്തത് ദ ഫ്ലോ ഓഫ് എൻ ഐഡിയൽ ഫ്ലൂയിഡ് ഇൻ എ പൈപ്പ് ഓഫ് വാരിയിങ് ക്രോസ് സെക്ഷൻ ഈസ് ഷോൺ ബിലോ. പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് തന്നിട്ടുണ്ട്. റൈറ്റ് ബെർണോളിസ് ഇക്വേഷൻ. ഇതാണ് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് ബെർണോളിസ് ഇക്വേഷൻ. സ്റ്റേറ്റ് ടോറിസെല്ലീസ് ലോ. ടോറിസെല്ലീസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പീഡ് ഓഫ് എഫ്ലക്സ് ഫ്രം എ ടാങ്ക് ഈസ് ഈക്വൽ ടു ഫോൾ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു ടാങ്കിൽ നിന്നുള്ള ഫ്ലോ എന്ന് പറയുന്നത് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഫ്ലോവിന് ഈക്വൽ ആണ്. അതാണ് ടോറിസെല്ലീസ് ലോ. Speed of a flux from a tank is equal to fall of a freely falling body. അടുത്തത് find the speed of a flux using Bernoulli's principle. ടോറിസെല്ലീസ് ലോന്റെ പ്രൂഫ് ആണ്. അപ്പോൾ നമ്മളൊരു ടാങ്ക് കൺസിഡർ ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഇതാണ്. P1 plus half rho V1 square plus rho GH1 is equal to P2 plus half rho V2 square plus rho GH2. ഇവിടെ P1 is equal to P2 ആണ്, അതുപോലെ തന്നെ V1 is equal to 0 ആണ്. ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ ഇവിടെ P1 കട്ട് ചെയ്ത് പോയി, ഈ ടേം 0 ആയിട്ട് മാറി. പിന്നെ ഇവിടെ ഉള്ളത് റോ ജി എച്ച് 1 ആണ്, അതുപോലെ എഴുതി. ഇവിടെ ഹാഫ് റോ V2 സ്ക്വയർ ഉണ്ട്, റോ ജി എച്ച് 2 ഉണ്ട്. ഈ റോ ജി എച്ച് 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് എന്തായി മാറി? G ഇൻറ്റു H1 മൈനസ് H2 is equal to ഹാഫ് V2 സ്ക്വയർ. എല്ലാറ്റിലും റോ ഉണ്ടായതുകൊണ്ട് റോ നമ്മൾ കട്ട് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് V2 സ്ക്വയർ ജി എച്ച് ഇസ് ഈക്വൽ ടു H1 മൈനസ് H2 പകരം H എന്ന് കൊടുക്കാം. അപ്പോൾ ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് V2 സ്ക്വയർ. അതിൽ നിന്ന് V2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2GH ഓർ V2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH. ഇതാണ് സ്പീഡ് ഓഫ് എ ഫ്ലക്സിനുള്ള ഫോർമുല. അടുത്തത് ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 millimeter falling through a tank of oil at 20 degrees centigrade is 6.5 centimeter per second. Calculate the viscosity of oil at 20 degrees centigrade. Hint: density of oil 1.5 into 10 cube kilogram per meter cube. Density of copper 8.9 into 10 cube kilogram per meter cube. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ മറ്റൊരു രീതിയിൽ വേറൊരു ഇയറിൽ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ വിസ്കോസിറ്റി ആണ് കാണേണ്ടത്. ടെർമിനൽ വെലോസിറ്റിയുടെ ഫോർമുല നമുക്കറിയാം. 2/9 a square rho minus sigma into g divided by eta ആണ്. ഇതിൽ നിന്ന് ഈറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നു 2/9 a square rho minus sigma into g divided by v. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 millimeter ആണ് റേഡിയസ് വന്നിട്ടുള്ളത്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് ഇവിടെ 10⁻³ ഹോൾ സ്ക്വയർ വന്നു. ഇനി റോ മൈനസ് സിഗ്മ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ആണ്. 8.9 into 10 cube മൈനസ് 1.5 into 10 cube. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു വി. വെലോസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 6.5 centimeter per second ആണ്. അപ്പോൾ 6.5 into 10⁻². ജിയുടെ വാല്യൂ 9.8. അപ്പോൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കിട്ടുന്നത് 0.9917 പാസ്കൽ സെക്കൻഡ്. അടുത്തത് വാട്ടർ റൈസസ് അപ്പ് ഇൻ നാരോ tube in spite of gravity. This phenomenon is called dash. ഇപ്പോൾ വാട്ടർ നാരോ ട്യൂബിൽ റൈസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി റൈസ് എന്നുള്ളതാണ്. വാട്ടർ വിത്ത് ഡിറ്റർജന്റ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് ഷുഡ് ഹാവ് ആൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട് സ്മോൾ ഓർ ലാർജ്. അപ്പോൾ ഡിറ്റർജന്റ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തായിരിക്കും? ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറയുക ചെയ്യുക. ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറയുമ്പോഴാണ്
സർഫസ് ടെൻഷൻ കുറയുമ്പോൾ ആംഗിൾ ഓഫ് കോൺടാക്ട് കുറയും, അപ്പോഴേ ഫാബ്രിക്കിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ ഇസ് സ്മോളർ. Derive an expression for height of water in the tube in terms of radius of tube and surface tension of the liquid. ഇപ്പോൾ കാപ്പിലറി റൈസിനുള്ള ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് അസെന്റ് ഫോർമുല എന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഫിഗർ ഇതാണ്. നമ്മൾ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് ലിക്വിഡ് കോൾ ആണ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എസ് കോസ് തീറ്റ ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു πr സ്ക്വയർ എച്ച് റോ ജി. ഇതിൽ നിന്ന് എച്ചിന്റെ വാല്യൂ കിട്ടി. എച്ച് ഇസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ബൈ ആർ റോ ജി. ഇതാണ് കാപ്പിലറി റൈസിന് അസെന്റ് ഫോർമുലയുടെ ഡെറിവേഷൻ വരുന്നത്. ഇതേ ഡെറിവേഷൻ തന്നെ ക്വസ്റ്റ്യൻസ് വേറെയും വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതേതൊക്കെ നോക്കാം നമുക്ക്. 2017 ഇംപ്രൂവ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ്. 2017 മാർച്ചിൽ ചോദിച്ചിട്ടുണ്ട്. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് കാപ്പിലറി റൈസ് ഇൻ എ നാരോ ട്യൂബ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അറൈവ് അറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ഹൈറ്റ് എച്ച് ഇൻ ടേംസ് ഓഫ് സർഫസ് ടെൻഷൻ ഓഫ് ദി ലിക്വിഡ്. അതായത് കാപ്പിലറി റൈസിനുള്ള ഫോർമുല ഡെറിവേഷൻ. അടുത്തത് എ ഡിവൈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഓട്ടോമൊബൈൽസ് ഈസ് ആസ് ഷോൺ ഇൻ ഫിഗർ. റൈറ്റ് ദ നെയിം ഓഫ് ദി ഡിവൈസ്. ഈ ഡിവൈസിന്റെ പേര് എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. In the situation shown in figure, mass of the car is 3000 kg and area of the piston carrying it is 425 centimeter square. What is the pressure applied to the smaller piston? ഇപ്പോൾ സ്മോളർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എത്രയെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ട് സ്ഥലത്തും പ്രഷർ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം P1 എന്ന് പറഞ്ഞാൽ F1/A1 ആണ്. അത് F2/A2 ഈക്വൽ ആണ്. ഇവിടത്തെയും പ്രഷർ ഈക്വൽ ആണ്. ഇവിടത്തെ മാസ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു വന്നാൽ അവിടുത്തെ F2/A2 കണ്ടാൽ മതി. അതാണ് ഇവിടുത്തെ പ്രഷർ വരുന്നത്. ഇപ്പൊ mg/A2, എമ്മിന്റെ വാല്യൂ എത്രയാണ്? 3000 കിലോഗ്രാം ആണ്. ഇൻറ്റു ജി 9.8 ഡിവൈഡഡ് ബൈ ഏരിയ തന്നിട്ടുണ്ട് 425 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁴ ആയിട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 69.17 ഇൻറ്റു 10⁴ പാസ്കൽ ആണ് ആൻസർ. അടുത്തത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് യൂസ്ഫുൾ അപ്ലിക്കേഷൻസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ് ഫോർ എനി ട്യൂബ് ഓഫ് ലോ. അതിന്റെ ഇക്വേഷൻ ഇതാണ്. P plus half rho V square plus rho GH is a constant. അടുത്തത് എക്സ്പ്ലെയിൻ ദ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ഹൗ ദ വെഞ്ചൂറി മീറ്റർ ഈസ് ഹെൽപ്ഫുൾ ടു മെഷർ ദ ഫ്ലോ ഓഫ് സ്പീഡ് ഓഫ് എ ലിക്വിഡ്. വെഞ്ചൂറി മീറ്ററിന്റെ ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ്. നമ്മൾ ഫിഗർ ആദ്യം വരയ്ക്കുന്നു. ഇക്വേഷൻ ഇതാണ്. P1 plus half rho V1 square plus rho GH1 is equal to P2 plus half rho V2 square plus rho GH2. ഇതാണ് നമ്മളെ ബെർണോളിസ് ഇക്വേഷൻ. നമ്മൾ H1 is equal to H2 എന്ന് അറിയാം. അതുപോലെ തന്നെ A1 V1 is equal to A2 V2 ആണ്. അതിൽ നിന്ന് V2-ന് A1 V1/A2 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷനിൽ രണ്ട് സ്ഥലത്തുനിന്നും ഈ ലാസ്റ്റ് ടേമുകൾ കട്ട് ചെയ്ത് പോകും. ഈ റോ GH1 അതുപോലെ തന്നെ ഈ റോ GH2 കട്ട് ചെയ്യും. V2 സ്ക്വയറിന് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നു. A1 V1/A2 ഹോൾ സ്ക്വയർ കൊടുക്കുന്നു. നമ്മളെ ഇക്വേഷൻ ഈ രീതിയിലായിട്ട് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ P2-നെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഈ ടേമിൽ നിന്നും ഹാഫ് റോ V1 സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ബ്രാക്കറ്റിൽ വരെ A1/A2 ഹോൾ സ്ക്വയർ മൈനസ് 1 ആണ്. ഇനി P1 മൈനസ് P2-നെ നമുക്ക് റോ GH എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇവിടെ റോ GH is equal to ഹാഫ് റോ ഇൻറ്റു P1 സ്ക്വയർ ഇൻറ്റു A1/A2 ഹോൾ സ്ക്വയർ മൈനസ് 1. റോ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് V1 സ്ക്വയറിന്റെ വാല്യൂ കിട്ടും 2GH ഡിവൈഡഡ് ബൈ A1/A2 ഹോൾ സ്ക്വയർ മൈനസ് 1 ആണ്. ഇതിൽ നിന്ന് V1 is equal to root of 2GH divided by A1/A2 whole square minus 1. അടുത്തത് hairs of a paintbrush do not cling together when dipped in water. അപ്പോൾ ഒരു പെയിന്റ് ബ്രഷ് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ അത് ഒന്നിച്ച് നിൽക്കില്ല ആ ബ്രഷിന്റെ. but form a fine tip when taken out of it. പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. The formation of the fine tip is due to surface tension. അതിനുള്ള കാരണം സർഫസ് ടെൻഷൻ ആണ്. What do you mean by surface tension? എന്താണ് സർഫസ് ടെൻഷൻ? It is the tangential force per unit length. അടുത്തത് portion P of horizontal tube has uniform area of cross section A and that of portion Q is smaller.
അപ്പോൾ പിയിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എ ആണ്, അതുപോലെ തന്നെ ക്യൂവിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്മോൾ എ ആണ്. ബോത്ത് പോർഷൻസ് ഹാവ് സിമിലർ വെർട്ടിക്കൽ കാപ്പിലറീസ് ഫിറ്റഡ് ടു ദം. ഒരേ കാപ്പിലറീസ് ആണ് രണ്ടിലും എന്ത് ചെയ്തിട്ടുള്ളത്, ഫിറ്റ് ചെയ്തിട്ടുള്ളത്. A liquid density rho flows through P with velocity 3 meter per second. Pയിലൂടെ പാസ് ചെയ്യുന്ന വെലോസിറ്റി 3 meter per second ആണ് ലിക്വിഡിന്റെ. അതുപോലെ തന്നെ ക്യൂവിലൂടെ എത്രയാണ്, 7 meter per second ആണ്. Find the difference in levels of two vertical capillaries. ഈ രണ്ട് കാപ്പിലറീസിനിടയിലുള്ള ഈ വെർട്ടിക്കൽ ഡിഫറൻസ്, ഈ ഹൈറ്റിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളതാണ്, h ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ബെർണോളിസ് ഇക്വേഷൻ എഴുതി. അതിൽ റോ ജി എച്ച് വൺ ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ടു, എച്ച് വൺ ഇസ് ഈക്വൽ ടു എച്ച് ടു ആയതുകൊണ്ട് ആ രണ്ട് ടേം ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് പി വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ ആണ്. നമുക്ക് പി വൺ മൈനസ് പി ടു ഇസ് ഈക്വൽ ടു ഹാഫ് റോ വി ടു സ്ക്വയർ മൈനസ് ഹാഫ് റോ വി വൺ സ്ക്വയർ എന്ന് കൊടുക്കാം. പി വൺ മൈനസ് പി ടു എന്ന് പറഞ്ഞാൽ പി ആണ്. പിയുടെ ഫോർമുല റോ ജി എച്ച് എന്നുള്ളതാണ്. എല്ലാറ്റിനും റോ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എച്ചിന്റെ വാല്യൂ നമുക്ക് കിട്ടി വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ ബൈ 2g. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വി ടുവിന്റെ വാല്യൂ നമുക്കറിയാം ഇവിടെ എത്രയാണ്, 7 meter per second ആണ്. വി വണ്ണിന്റെ ഏതാണ്, 3 ആണ്. 7 square മൈനസ് 3 square ഡിവൈഡഡ് ടു 2 into 9.8. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്, 2.04 meter. 2017 മാർച്ച് 7 മാർച്ചിന്റെ ക്വസ്റ്റ്യൻ. ഡ്രോ ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഗിവ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഡയഗ്രാം വരുന്നത്. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. വർക്ക്സ് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ. പി വൺ ഇസ് ഈക്വൽ ടു പി ടു ആണ്. അതായത് എഫ് വൺ ബൈ എ വൺ ഇസ് ഈക്വൽ ടു എഫ് ടു ബൈ എ ടു. നമുക്കറിയാം എ ടു ഈസ് ഗ്രേറ്റർ ദാൻ എ വൺ, സോ എഫ് ടു ഈസ് ഗ്രേറ്റർ ദാൻ എഫ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. എ റീജിയൻ ഓഫ് streamline flow of an incompressible fluid is shown in figure. By considering mass conservation in the fluid flow, arrive at the equation of continuity. So figure ഉപയോഗിച്ചിട്ട് equation of continuity derive ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം mass entering at P is equal to mass leaving at Q. mass കാണാനുള്ള ഫോർമുല A1 V1 T into rho is equal to A2 V2 T into rho ആണ്. ഇത് വന്നത് എന്ന് പറഞ്ഞാൽ mass എന്ന വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഇപ്പൊ A1 V1 T എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഏരിയ എ ഇസ് ഈക്വൽ ടു നമുക്ക് വോളിയം കിട്ടി, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അങ്ങനെയാണ് A1 V1 T ഇൻറ്റു റോ കിട്ടിയത്. അതുപോലെ ഇവിടെ അതെ A2 V2 T ഇൻറ്റു റോയും കിട്ടിയത്. ടി റോ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, A1 V1 ഇസ് ഈക്വൽ ടു A2 V2, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം AV ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അടുത്തത്, the onset of turbulence in a fluid is determined by Reynolds number given as dash. Reynolds number ആണ് ടർബുലൻസ് തരുന്നത്. നമുക്ക് ടർബുലന്റ് ആണോ അല്ലേ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് റെയ്നോൾഡ്സ് നമ്പർ എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മള് റോ വി ഡി ബൈ ഈറ്റ ഇസ് ഈക്വൽ ടു ആർ. ഇതാണ് റെയ്നോൾഡ്സ് നമ്പറിന്റെ ഫോർമുല. നമ്മൾ പഠിച്ചിട്ടുള്ളത് ആർ ഇസ് ഈക്വൽ ടു റോ വി എൽ ബൈ ഈറ്റ എന്നുള്ളതാണ്. വി എല്ലിന് പകരം ഇവിടെ വി ഡി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ റോ വി ഡി ബൈ ഈറ്റ ഇസ് ഈക്വൽ ടു ആർ. അതാണ് ഫോർമുല. അടുത്തത്, ഓൺ ദ സർഫസ് ഓഫ് ദി മൂൺ ദ ലിക്വിഡ് ഇൻ കാപ്പിലറി ട്യൂബ് വിൽ റൈസ് ടു ദ ഡാഷ്. മൂണില് കാപ്പിലറി റൈസ് എന്തായിരിക്കും? നമുക്കറിയാം എർത്തിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ചോയ്സ് വരുന്ന ഏതാ വരുന്നത്? മോർ ഹൈറ്റ് ദാൻ ദാറ്റ് ഓൺ എർത്ത്. എർത്തിലുള്ളതിനേക്കാൾ മോർ ഹൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക.